ഹായ് കൂട്ടുകാരെ, ഷിജു ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളിത് തിരുവോണമായിട്ട് ഞങ്ങള് നേരെ അതെ അങ്ങനെ കണ്ട അതെ നമ്മുടെ അളിയുണ്ട്, അപ്പു ഉണ്ട്, സാന്ദ്ര ഉണ്ട്. അപ്പൊ ഇനി ബാക്കി ചേട്ടന്റെ വീട്ടിൽ ചെന്നിട്ട് അവരെയും കൂടി കൂട്ടിയാണ് അപ്പൊ അങ്ങനെ അതെ ഞങ്ങളിത് എല്ലാരും വണ്ടിയെ കയറാൻ പോവാണ്. നമ്മൾ ഇനി ഈ വണ്ടിയിലാണ് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് പോകുന്ന യാത്രകളിൽ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ കൂടിക്കോ, നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് നമ്മുടെ ചേട്ടൻ ഫ്രണ്ട് ഇരിക്കുകയാണ്, അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട്. അപ്പം ഇനി ഇടക്കുന്ന് വേണം നമ്മുടെ മനുവിനെയും വിളിക്കാൻ. അപ്പം കണ്ട അങ്ങനെ ഞങ്ങൾ കയറിയതും എല്ലാവരും കൂടി അങ്ങോട്ടൊരു അടിച്ചുപൊളിയൊരു ട്രിപ്പ് തന്നെയാണ്. അതെ, അപ്പം തുള്ളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒരു ആസ്വദിച്ചുള്ളൊരു യാത്ര തന്നെ. നമ്മുടെ കണ്ണപ്പനെന്ന് വെച്ചാൽ വണ്ടിയെ കയറി അപ്പം തുള്ളു തുടങ്ങണം. അപ്പോൾ നമ്മുടെ ചേട്ടനൊക്കെ അത് കണ്ടോണ്ടിരിക്കുകയാണ്. ചേട്ടനാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചിറ്റനും മക്കളെല്ലാം കൂടെ അങ്ങോട്ട് തകർത്തങ്ങോട്ട് അപ്പു എണീച്ച് വന്ന് അടിപൊളി ഡാൻസ് അങ്ങോട്ട് തുടങ്ങി. പിന്നെ അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് അടുക്കി കളഞ്ഞു. ഇങ്ങനെയൊക്കെ ഒന്ന് ആഘോഷിച്ചില്ലേ പിന്നെ എന്ത്, വണ്ടിയെ വെറുതെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതല്ലല്ല. ശരി. അപ്പം അങ്ങനെ അതങ്ങോട്ട് ഞങ്ങൾ എല്ലാ സമയം അങ്ങോട്ട് പാഴാക്കിയില്ല, അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ സാന്ദ്രം കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഒന്നും പറയണ്ട എൻ്റെ കൂട്ടുകാരെ, നമ്മുടെ ശരണ്യ ഈ പറച്ചിലുള്ളൂ. ശരണ്യ ഒന്നും തുള്ളാനൊന്നും വന്നില്ല. അങ്ങനെ തുള്ളിക്കൊണ്ടിരുന്നപ്പോഴാണ് വയറ്റിലേന്ന് നമ്മുടെ മനുവും മീനാക്ഷിയും കൂടി വണ്ടിയിലായിട്ട് വരുന്നത്. പിന്നെ പറയണ്ടല്ല, ഇനി തുള്ളിൻ്റെ ബഹളമായിരിക്കും. അങ്ങനെ മീനാക്ഷി ഒരു ഹായൊക്കെ തന്ന് വണ്ടിയിലായിട്ട് കയറുന്നു. നമ്മുടെ ശരണ്യ നല്ല ഉറക്കം. എവിടെ പോയാലും ശരണ്യയും അമ്മയും പറയണമെന്നില്ല. അമ്മയുടെ കാര്യമെന്ന് വെച്ചെന്നാൽ കണ്ടല്ല അമ്മയുടെ കിടപ്പ്. അമ്മ ഇതൊന്നും അറിയുന്നില്ല. പക്ഷെ ഞങ്ങൾ വീണ്ടും തുള്ളൽ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടുകാരെ മാമനും മക്കളും കൂടി അങ്ങോട്ട് തുടങ്ങി ഡാൻസ്. അതെ, മാമനും കൂടി വരാത്ത ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മനുവും കൂടി വന്നപ്പോൾ അങ്ങോട്ട് കളർഫുള്ളായി. പിന്നെ അങ്ങോട്ട് തുള്ളലും ബഹളവും പാട്ടും ഇതൊന്നും അറിയാതെ നമ്മുടെ അമ്മയാണെങ്കിൽ കിടന്നുറക്കത്തോടുറക്കം തന്നെ ഒക്കെ. അങ്ങനെ നമ്മുടെ അപ്പവും കൂടി അങ്ങോട്ട് എണീറ്റ്. അപ്പം പിന്നെ തീർന്ന് അടിപൊളിയായിരുന്നു. നമ്മുടെ ശരണ്യ കണ്ട അതിൻ്റെ ഇടക്കൊക്കെ അങ്ങനെ ചുമ്മാ ഒന്ന് ഇരിക്കുകയാണ് കേട്ടോ. അത് ഒന്നിനും ഇല്ല, പാവം കൊച്ച് തന്നെത്താൻ തന്നെ പറയും. നമ്മുടെ ചേട്ടൻ വേറെ നെട്ടിപ്പോയി ഇവിടെ ഡാൻസ് കണ്ടിട്ട്. അതെ, അച്ഛനും ഒക്കെ അതിശയായിപ്പോയി. അമ്മ അവിടെ കിടന്നുറക്കം. അങ്ങനെ ഞങ്ങളിതേ പഴനിയിലേക്ക് എത്തുന്നു. തുള്ളലും എല്ലാം കഴിഞ്ഞപ്പോൾ പഴനി എത്തുന്നു. നമ്മുടെ പഴനിയിലെത്തുമ്പോൾ ഈ കുതിരവണ്ടി കാണുമ്പോൾ ഒരു പ്രാവശ്യം എനിക്കും ശരണ്യക്കും കൂടി ഒന്ന് കുതിരവണ്ടിയിലൊക്കെ കയറിയാന്നൊക്കെ ഒരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ പഴനിയിലെത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്ന് റൂമിൽ കയറി. അതെ, ഇനി ഇവിടുത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. പിന്നെ വീട്ടിലെ പോലെ ശരണ്യ അച്ഛനുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ റൂമിൽ വന്ന് അങ്ങനെ ഇനി ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. ഹായ്, നമ്മുടെ അച്ചിക്കുട്ടി കണ്ടതേ വന്നപ്പോഴേ മാറി കിടന്ന്. കൂട്ടുകാരെ അങ്ങനെ റൂം എടുത്ത് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ആ ക്ഷീണം കൊണ്ട് കിടക്കുകയും ഒരാൾ മുടി ജീവണ്. അങ്ങനെ ഒരു അടിച്ചു പൊളിച്ചല്ലേ നമ്മൾ വണ്ടിയെ. ഇത്തവണ ഒരു അടിപൊളിയായിരുന്നു. നമ്മുടെ അമ്മ മാത്രം അങ്ങോട്ട് കിടന്ന് നല്ല ഉറക്കം. അമ്മ നമ്മുടെ കൂട്ടുകാരുടെ തന്നെ അമ്മ ഇവിടെ എങ്ങും ഇല്ല. അതെ കണ്ട ആങ്ങള പെങ്ങക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. മേക്കപ്പ് തുടച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. സുന്ദരിയാണ് കണ്ട. അതെ, എന്നും ഇതുപോലെ ആ സ്നേഹം നിലനിൽക്കട്ടെ കേട്ടാ അച്ചുകുട്ടി. കല്യാണം കഴിച്ചു വിട്ടെന്നാലും ഈ സ്നേഹം ഇതുപോലെ നിലനിൽക്കണം. അത് കൊള്ളാം. അതിലെന്തോ ഒരു കാണും എന്ന് പറയാം. അമ്മ കണ്ട
അമ്മ സുന്ദരി കുട്ടിയായിട്ട് അങ്ങനെ ഇരിക്കണണ്ട. ഇതാണ് അമ്മയുടെ ഓണ ഡ്രസ് അല്ലേ? ഇറയുണ്ടല്ലേ? ഇത് നമ്മുടെ മനു വന്ന് അപ്പൊ മനുവൊക്കെ വേറൊരു റൂമിലാണ്. അങ്ങനെ ഞങ്ങൾ 3 റൂമായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് കണ്ണപ്പ വന്നപ്പോഴേ മാറി കിടന്ന് പാവം. അച്ഛനൊക്കെ കണ്ടത് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശരണ്യാണെങ്കിൽ ഇതേ ഇവിടെ വീണ്ടും ഇപ്പുറത്തെ മുറിയിലായിട്ട് പോകുന്നു. കണ്ട ഇവിടെ വന്നേച്ചിന്റെ മുടി ജീവനം എല്ലാരും എങ്ങനെ. അതെ അതെ. അപ്പൊ ഞങ്ങള് പഴനി വന്ന ഇവിടെ അല്ലാതെ വേറൊരു റൂം എടുക്കാറില്ല. അതെ അച്ഛനും ഇവിടെ വന്നത് എല്ലാ മുറിയിലും അച്ഛൻ അങ്ങനെ ഓരോ ക്ഷേമം അന്വേഷിച്ചൊക്കെ നടക്കുകയാണ്. പിന്നെ നമ്മുടെ മനുവിൻ്റെ ഒക്കെ റൂം അതാണ് ദേ ഈ റൂം. കണ്ട ദേ അങ്ങനെ നമ്മുടെ ചിറ്റയുണ്ട്. ഒന്ന് പേര് പറഞ്ഞു കൊടുത്തു. മീനാക്ഷി. അതായത് നമ്മുടെ ജ്യോതിയക്കയുടെ ആങ്ങളയുടെ ഭാര്യ. കണ്ട അങ്ങനെ അതെ നമ്മുടെ കപ്പോറയൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് കപ്പോറ? അടിപൊളി. ചിറ്റേ ചിറ്റയുടെ പേര് പറഞ്ഞതായിരുന്നു. ചിറ്റ തന്നെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ അതെ നമ്മുടെ അഭിഷേകിനെയൊക്കെ പരിചയപ്പെടുത്തിയതാണ് അല്ലേ മനുവേ? അതെന്താണ് നമ്മുടെ അമ്പലത്തിലൊക്കെ മണിയടിക്കണ എന്തോ ആണ്? എന്താണ് സംഭവം? എനിക്കത് മനസ്സിലാകുന്നില്ല. അതല്ല ഇതൊക്കെ ഈ അമ്പലത്തിലൊക്കെ മണിയടിക്കണ മണിയില്ലേ? ഇതെങ്ങനെയാണ് എന്റെ അച്ചുകുട്ടി ഇടുന്നതൊന്ന് നാളെ ഇട്ട് കാണിക്കുമല്ലേ? നമുക്കേ ഈ കാതിന് വേറെ അഡീഷണൽ വല്ലതും വലിച്ചു കെട്ടേണ്ടി വരും. ഏതായാലും നാളെ ഇത് ഇട്ടൊന്ന് കാണിച്ചിട്ട് തന്നെ കാര്യം അല്ലേ? അമ്മയും മകളും കൂടി എന്ത് പുരാണാണ്. അച്ചുകുട്ടി ഇട്ട പോലെ ഒരു കമ്മല് ശരണ്യക്കും വേണോ വലുത്? അപ്പൊ വേണ്ട. റൂമിൽ ഭയങ്കര വർത്താനത്തിന്റെ സൗണ്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇനി പുറത്ത് പോണ വീഡിയോ എടുക്കാം. മോര് ഇഷ്ടപ്പെട്ടെന്നാ? ആർക്ക്? മനുവിനാ? നല്ല മോര് കാച്ചിയതായിരുന്നു. അങ്ങനെ ഉച്ചയൂണൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പൊ അത് മനുവിന് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞ. ഇതെന്നാണ് കാണിക്കുന്നത്? മുടിജീവിയാണ്. ജീവിയാ? ഇതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ എനിക്കൊരാളിതേ പൊട്ടു തൊട്ടതെന്തായിരുന്നു. കറക്റ്റ് ആവോ. കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഇടുമ്പൻകോവിലിൽ പോവുകയാണ്. അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ട് കയറാൻ പോവാണ്. പക്ഷെ അമ്മയും അച്ഛനും കയറുന്നില്ല. ഞങ്ങളെല്ലാം കയറി. പക്ഷെ അമ്മയും അച്ഛനും നാളെ പഴനി കയറുന്നുള്ളെന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ എപ്പോൾ വന്നെന്നാലും ഈ മല കൂടി കയറാറുള്ളതാണ്. അങ്ങനെ നമ്മുടെ അത് ബാക്കി എല്ലാവരും പുറകെ ഉണ്ട്. നമ്മുടെ പുറകെ തന്നെ. കൂട്ടുകാരെ ഈ ഇടുമ്പൻകോവിലൊക്കെ നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ പഴനി മല കയറുമ്പോൾ ഇവിടെയും കൂടി വന്നം കേട്ടാ നല്ലൊരു രസം. അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പഴനി ഇന്ന് വൈകുന്നേരത്തെ ടൈം മൊത്തം അല്ലെ ഇടുമ്പൻവള്ളയിലും പഴനി നടയുടെ വാതിക്ക വരെയൊക്കെ പോയി അങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും റൂമിലെത്തി. അപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ കേൾക്കണ്ട നൈറ്റിയൊക്കെ ഇട്ട് എന്തോ വീട്ടിൽ നിൽക്കുന്ന രീതിയായി. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തെ റൂമിലോട്ട് കേട്ടാ. അതെ. അപ്പൊ ഞങ്ങളിവിടെ ഈ റൂമാണ് സ്ഥിരമായിട്ട് എടുക്കണത് ഇവിടെ വരുമ്പോ. അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടുകാരാണ്. അപ്പൊ നല്ലൊരു വീഡിയോക്ക് വരുന്നവരെ ബൈ.